ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആര് നയിക്കും എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും കൂട്ടലും കിഴിക്കലും മനക്കണക്കുമെല്ലാം ഇതോടുകൂടി അവസാനിക്കും. വിജയിച്ചവർ ആഹ്ലാദത്തിലേക്കും പരാജിതർ നിരാശയിലേക്കും. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. ഫലപ്രഖ്യാപന ദിനത്തിൽ റൂറൽ ജില്ലയിൽ കനത്ത നിയന്ത്രണം. ഓട്ടോ ഡ്രൈവർമാരെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ നടന്ന മിന്നൽ പണിമുടക്ക് ജനത്തെ വലച്ചു. കോഴിക്കോടിന്റെ പൈതൃക നഗരമായ മിഠായി തെരുവിൽ ഈ മാസം 16 മുതൽ ഇനി മൺഡേ മാർക്കറ്റും. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. കോർപ്പറേഷനിലെ 75 വാർഡുകൾ, ജില്ലാ പഞ്ചായത്ത്, 7 മുനിസിപ്പാലിറ്റികൾ, 70 പഞ്ചായത്ത്, 12 ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ആര് നയിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ. വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ കാത്തിരിപ്പിന് അറുതിയാകും. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം യാഥാർത്ഥ്യത്തിന് വഴിമാറും. 1762 പേർ വിജയാരവത്തിലേക്ക് നീങ്ങുമ്പോൾ അതിന്റെ മൂന്നിരട്ടിലേറെ പേർ നിരാശയിലേക്ക് വഴുതി വീഴും. കണക്കുകൂട്ടലുകൾക്കൊടുവിൽ വിജയമുറപ്പിച്ച പാർട്ടികളും പ്രവർത്തകരും ആഹ്ലാദ പ്രകടനങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ പരാജയമുറപ്പിച്ചവർ നിസ്സംഗഭാവത്തിലാണിപ്പോൾ. ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 1226 അംഗങ്ങളെയും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 169, ജില്ലാ പഞ്ചായത്തിലേക്ക് 27, 7 മുനിസിപ്പാലിറ്റികളിലേക്ക് 265, കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 75 അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഈ സ്ഥാനങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ 4072, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 1263, ജില്ലാ പഞ്ചായത്തിൽ 127, 7 മുനിസിപ്പാലിറ്റികളിൽ 854, കോർപ്പറേഷനിൽ 337 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. 81.46% പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ജില്ലാ പഞ്ചായത്തിൽ 83.08%, കോഴിക്കോട് കോർപ്പറേഷനിൽ 74.78%, മുനിസിപ്പാലിറ്റികളിൽ 82.57% പോളിംഗ്. 20 കേന്ദ്രങ്ങളിലായാണ് ശനിയാഴ്ച വോട്ടെണ്ണൽ നടക്കുക. പഞ്ചായത്ത് തലങ്ങളിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചതിനാൽ ഇത്തവണ ഫലം നേരത്തെ അറിയാനാകുമെന്ന പ്രത്യേകതയുമുണ്ട്. ഓട്ടോ ഡ്രൈവർമാരെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ നടന്ന മിന്നൽ പണിമുടക്ക് ജനത്തെ വലച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഡ്രൈവർമാർക്കുനേരെ പോലീസ് മർദ്ദനം അഴിച്ചുവിട്ടതായി ആരോപണം ഉയർന്നത്. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ വ്യാഴാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് സമരം നഗരത്തിലെ ഓട്ടോറിക്ഷ യാത്രാ സംവിധാനത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു. വെള്ളിയാഴ്ച ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തിയിരുന്നു. പണിമുടക്കിയ തൊഴിലാളികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓട്ടോറിക്ഷകൾ ഓട്ടം നിർത്തി. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ചാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പണിമുടക്ക് നടത്തിയത്. എന്നാൽ യാത്രക്കാരുടെ പരാതിയെപ്പറ്റി അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും മർദ്ദനം നടന്നിട്ടില്ലെന്നുമാണ് പോലീസ് പറഞ്ഞത്. ഓട്ടോറിക്ഷകൾ ഓട്ടം നിർത്തിയതോടെ നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തിയവർ വലഞ്ഞു. പണിമുടക്കിയ ഓട്ടോ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനവും മുതലക്കുളത്ത് പൊതുയോഗവും നടത്തി. ഓട്ടോ യൂണിയൻ ഭാരവാഹിയെ മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പണിമുടക്കം പിൻവലിക്കാൻ ധാരണയായതായി കോഴിക്കോട് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കുറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാമെന്ന ഉറപ്പിന്മേൽ സമരം പിൻവലിക്കാൻ ധാരണയായത്. അവർ പോലീസുകാരെ ബഹുമാനിക്കുന്നവരാണ്. കാക്കിയിട്ട എല്ലാവരും പോലീസാണെന്ന് ധരിച്ചുകൊണ്ടാണ് നാം അവരെ ബഹുമാനിക്കുന്നത്. അങ്ങനെ കാക്കിക്കുള്ളിൽ പോലീസല്ല, അതിന് പകരം ക്രിമിനലാണ് എന്നുണ്ടെങ്കിൽ ആ കാക്കിയെ ബഹുമാനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അങ്ങനെ ഒരു ബഹുമാനവും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടതില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബഹുമാനം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളോട് മാന്യമായി പെരുമാറണം.
ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി വരികയാണ്. ഇവിടെ രാവിലെ ഓട്ടോറിക്ഷ എടുത്ത് രാത്രി കൊണ്ടുവെക്കുന്നവരും രാത്രി പൂർണ്ണമായി ഓടുന്നവരുണ്ട്. അവരെല്ലാം നല്ലവരാണ് എന്നും മോശക്കാരാണെന്നും ചിത്രീകരിക്കപ്പെടേണ്ടത് നിങ്ങളല്ല, ഈ നഗരത്തിലെ ജനങ്ങളാണ്. അവർ പറയുന്നു കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ അവർ മാന്യന്മാരാണോ, അവർ സൗമനസ്യമുള്ളവരാണോ? പട്ടണത്തിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തിയ പ്രകടനത്തിന് ടി.വി. നൌഷാദ്, എ. മോഹൻ, മുഹമ്മദ് മുഷ്താഖ്, പി. കെ. റസഖ്, ബിജു ആന്റണി, പി. കെ. നാസർ, അബൂബക്കർ കോയ, ബാലരാമൻ, വാസു, ടി. സദാനന്ദൻ, സി. പി. മജീദ് എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോടിന്റെ പൈതൃക നഗരമായ മിഠായി തെരുവിൽ ഇനി മൺഡേ മാർക്കറ്റും സജീവമാകും. പ്രത്യേക വിലക്കിഴിവോടെ എസ്.കെ. പൊറ്റക്കാട് പ്രതിമ മുതൽ രാധാ തിയേറ്ററിന് സമീപം വരെയുള്ള ഷോപ്പുകളിലാണ് ഈ മാസം 16 മുതൽ മൺഡേ മാർക്കറ്റ് നിലവിൽ വരുന്നത്. കോഴിക്കോടിന്റെ പൈതൃക നഗരമായ മിഠായി തെരുവിൽ ഈ മാസം 16 മുതൽ മൺഡേ മാർക്കറ്റും തുടങ്ങും. മിഠായി തെരുവ് മുതൽ മേലേപ്പാളയം വരെ തെരുവ് കച്ചവടക്കാർക്കായി സൺഡേ മാർക്കറ്റ് നിലവിലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് 5% മുതൽ 50% വരെ വിലക്കിഴിവോടെ ഷോപ്പുകളിൽ മൺഡേ മാർക്കറ്റും നടത്തുന്നത്. എസ്.കെ. പൊറ്റക്കാട് പ്രതിമ മുതൽ രാധാ തിയേറ്ററിന് സമീപം വരെയുള്ള ഭാഗത്താണ് മൺഡേ മാർക്കറ്റ് നിലവിൽ വരുന്നതെന്ന് സേവ് എസ്.എം. സ്ട്രീറ്റ് ഫേസ് 1 കൂട്ടായ്മയുടെ ജനറൽ ബോഡി യോഗം അറിയിച്ചു. റോഡിൽ ആളുകളെ നിർത്തി ചില സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കളെ വിളിച്ചുകയറ്റുന്നതിൽ കച്ചവടക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണ് സേവ് എസ്.എം. സ്ട്രീറ്റ് ഫേസ് 1 എന്ന കച്ചവടക്കാരുടെ കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുള്ളതെന്ന് ജനറൽ സെക്രട്ടറി എം. മുഹമ്മദ് ബഷീർ പറഞ്ഞു. അപ്പോൾ 16-ാം തീയതി മുതൽ നമ്മളത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് 5 മുതൽ 50 വരെ എല്ലാ ഷോപ്പുകളിലും എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് വ്യത്യസ്തമായ രീതിയിൽ ഡിസ്കൗണ്ട് വെച്ചിട്ട് ആകർഷകമായ രീതിയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ പരസ്പരം ഒരു ഉദാഹരണ കൂട്ടായ്മ വന്നിട്ടുണ്ട്. പിന്നെ അത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പിന്നെ കൂട്ടായ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പിലാണ് ഉണ്ടാകുന്നത്. പീസ് ഗുഡ്സ് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന കൂട്ടായ്മയുടെ ജനറൽ ബോഡി യോഗമാണ് മൺഡേ മാർക്കറ്റ് നടത്താൻ തീരുമാനിച്ചത്. ഇതിനു പുറമെ മിഠായി തെരുവ് നവീകരണം ത്വരിതപ്പെടുത്തുക, വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൌകര്യം ശാസ്ത്രീയമായി പ്രാവർത്തികമാക്കുക, പൊതു കുടിവെള്ള ടാപ്പുകൾ സ്ഥാപിക്കുക, ഉപഭോക്താക്കൾക്ക് പൊതു ടോയ്ലറ്റ് സൌകര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. ഇപ്പോൾ പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് പറയുക സൗകര്യങ്ങൾ ഗവൺമെന്റിന് ഭാഗത്ത് ഏർപ്പെടുത്താനും, അതുപോലെ തന്നെ കുടിവെള്ളം നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കുടിവെള്ളം അത് പൈപ്പ് കൂടെ കിട്ടാനുള്ള പദ്ധതി അതും ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ കാതലായ പ്രശ്നം. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇവിടെ രമ്യമായിട്ട് പരിഹരിക്കണം എന്നതാണ് നമ്മുടെ മുഖ്യ ആവശ്യം. യോഗത്തിൽ കണ്ണങ്ങടി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. എം. മുഹമ്മദ് ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സയ്യിദ് ആരീസ്, സി. പി. അബ്ദുറഹിമാൻ, രൂപേഷ്, സുദേവ്, കെ. മുനീർ, നാജ് നൌഫൽ എന്നിവർ സംസാരിച്ചു. പി. പി. യാസിർ സ്വാഗതവും കെ. പി. അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റ് നാഷണലിസ്റ്റ് ബാങ്കുകളിൽ നിന്നും സർക്കാരിന്റെ വിവിധ കോർപ്പറേഷനുകളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പട്ടികജാതിക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുകയാണെന്നും നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വാറണ്ട് മുൻകൂട്ടി വന്ന് കോടതി കള്ളാസ് വന്നിരിക്കുകയാണ്. അങ്ങനെ നിരവധി പട്ടികജാതിക്കാർ ജയിലിൽ കിടക്കുമ്പോൾ അതിനെതിരെ മോചിപ്പിക്കാൻ ഒരാൾക്കാരും ഇല്ലാത്തപ്പോൾ, കർഷകർ ജയിലിൽ കിടക്കുമ്പോൾ അവരെ പ്രഖ്യാപിക്കാൻ മോചിപ്പിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുമ്പോൾ പട്ടികജാതിക്കാരോട് കാണിക്കുന്ന ഈ അനീതി ഒരിക്കലും പൊറുപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായുള്ള പ്രതിഷേധമാണ്
വർഷം തോറും പട്ടികജാതി വർഗ്ഗക്കാരുടെ വികസനത്തിനു വേണ്ടി നീക്കിവെച്ച STP, TSP കേന്ദ്ര ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇത്രയും കാലം കാണുന്നത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പട്ടികജാതി വർഗ്ഗക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പ്രത്യേക നിയമ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും റിസർവ് ബാങ്ക് ഗവർണർക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും വായ്പയെടുത്ത 1 ലക്ഷത്തോളം പേരുടെ ഒപ്പുശേഖരണങ്ങളുടെ നിവേദനം നൽകുവാനും അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ പ്രക്ഷോഭ രംഗത്തിറങ്ങുന്ന സമരത്തിന്റെ ഭാഗമായി കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ ജില്ലകളിലെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി നവംബർ 18-ന് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും നേതൃത്വം അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികളായ രാമദാസ് വേങ്ങേരി, VM ചന്ദ്രിക അജേഷ്, സുരേഷ് കുരുവട്ടൂർ, M മോഹനൻ എന്നിവർ പങ്കെടുത്തു. ഇനി മറക്കുടയും ഓലക്കുടയുമെല്ലാം നിത്യോപയോഗ വസ്തുക്കളായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന പുള്ളന്നൂർ മൂത്തോറിനെ പരിചയപ്പെടാം. ചരിത്ര സിനിമകളിലെ ആന്റിക് പീസുകളായി മാത്രം പുതുതലമുറ കാണുന്ന ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിലാണിപ്പോഴും ഈ 85-കാരൻ. പനയോല വെട്ടി ഉണക്കിയുണ്ടാക്കുന്ന മറക്കുട, മൺകൊട്ട, തൊപ്പിക്കുട എന്നിവയെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ സർവ്വസാധാരണമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജീവിതവൃത്തിക്കായി ഇതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവരും ഏറെയായിരുന്നു. കാലം മാറി ഓലക്കുടയും മറക്കുടയുമെല്ലാം വിസ്മൃതിയിലായി. ആ സ്ഥാനം ശീലക്കുടയും പ്ലാസ്റ്റിക് കുടയുമെല്ലാം കയ്യേറി. എന്നിരുന്നാലും വർഷങ്ങളായുള്ള തന്റെ ജീവിതോപാധി കൈവടിയാൻ പുള്ളന്നൂർ മൂത്തോറൻ തയ്യാറല്ല. ഇതിന്റെ നിർമ്മാണം ഏറെ ശ്രമകരമാണെങ്കിലും ലാഭമേറെയില്ലെങ്കിലും മൂത്തോറിന് ഇതൊരു കൈത്തഴക്കമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്റെ ഓലക്കുടകൾ അന്വേഷിച്ചെത്തുന്നവർ നിരവധിയാണെന്നാണ് മൂത്തോറൻ പറയുന്നത്. അങ്ങനെ ഇവിടെ വന്ന് കൊണ്ടുപോകും ഓരോരുത്തരും. ഇപ്പൊ എത്ര ആളാണ് കൊടക്ക് തൊപ്പിക്കൊടക്ക് തെരഞ്ഞു തരാ ആള്. അപ്പൊ ഇക്കൊല്ലം എനിക്ക് ഈ പണി പുതിയതായിട്ട് തുടങ്ങാൻ കഴിഞ്ഞില്ല. തുടങ്ങാൻ കഴിഞ്ഞാൽ ഈ ഓല ശരിയായി കിട്ടിയില്ല. അങ്ങനെ കൊല്ലം അങ്ങനെ നിന്നുപോയി. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വരും. അപ്പൊ ഞാൻ പറയും ഇനി അടുത്ത നമുക്ക് വേഗം നോക്കാം, ഓലയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട് പറഞ്ഞ അങ്ങനെ ഓരോരുത്തരും ഇവിടുന്ന് പോവുകയും ചെയ്യും. കുടപ്പനയുടെ ഓല വെട്ടി മഴയേൽക്കാതെ ഉണക്കി ഏറെ സൂക്ഷിച്ചാണ് ഓരോ കുടയും നിർമ്മിക്കുന്നത്. തന്റെ അധ്വാനത്തിന്റെ ഫലമൊന്നും ആവശ്യക്കാരിൽ നിന്നും തനിക്ക് ലഭിക്കാറില്ലെന്നും മൂത്തോറിന് പരാതിയുണ്ട്. 250 രൂപയാണ് ഒരു ഓലക്കുടയ്ക്ക് ലഭിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന മൺകൊട്ട റബ്ബർ കൊട്ടയേക്കാൾ ഏറെ സൌകര്യമാണെങ്കിലും 50 രൂപ മാത്രമാണ് ഇതിന് ആവശ്യക്കാർ നൽകുക. അങ്ങനെ ഇപ്പോ നമ്മളിവിടെ ഇപ്പൊ ഇത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കുന്ന ആരും ഇല്ല. ഇപ്പോ ആളുകളൊക്കെ ഓരോക്കെ മരിച്ചുപോയി. പിന്നെ ഇപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞപ്പോ ഇത് തൊഴിലൊന്നും നിൽക്കൂലല്ലോ. അവർക്ക് ഇതൊന്നും ചെയ്താലിപ്പോ ഒക്കുകയില്ല. 500-600 റുപ്യ വാടക കൂലി കിട്ടുന്നവർക്ക് ഇപ്പൊ ഇങ്ങനത്തെ പണിയൊന്നും എടുക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എന്നെ കൊണ്ടൊന്നിനും ആതായപ്പോ ഞാനും ഇങ്ങനെ ഓരോന്ന് ചെയ്യൽ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ ഒരു അത്യാവശ്യം എന്താ ഒരു ചില്ലറ പൈസ ഒക്കെ അങ്ങനെ ഇടികൊണ്ട് നിൽക്കും. അങ്ങനെ 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 ഇട്ടുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ കരവിരുതിൽ തീർക്കേണ്ട പല വസ്തുക്കളും ഇന്ന് യന്ത്രങ്ങളും മനുഷ്യയന്ത്രങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പ്രകൃതിയോട് ചേർന്ന ഇവയെല്ലാം തന്നെ നാളെ പഴയതുപോലെ തിരിച്ചുവരും എന്ന തോന്നലിലാണ് മൂത്തോറൻ ഇപ്പോഴും. അപ്പോൾ ഇങ്ങനത്തെ ഈ പണിക്കിപ്പോ ആർക്കും തയ്യാറ് മനസ്സില്ല. പക്ഷെ എങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഇത് ഇനിയും ഒരു ഇത് വരും ഇതിന് എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ അടുത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നഗരത്തിലെ ബാൻഡ് മേള ട്രൂപ്പുകളും ഫാൻസി കടകളും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയഗാനങ്ങളും മുഖംമൂടികളും കൊടികളും അണിയറയിൽ സജീവമാണ്. രാഷ്ട്രീയ ഭേദമന്യേ സ്ഥാനാർത്ഥികളുടെ വിജയാഘോഷത്തിന് മാറ്റുകൂട്ടാനൊരുങ്ങുകയാണ് ജോർജും കൂട്ടരും. അതിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സെന്റ് മേരീസ് ബാൻഡ് സെറ്റ്. ഓരോ തിരഞ്ഞെടുപ്പും വരുമ്പോൾ പാർട്ടിക്കാർ ആദ്യം ഓടിയെത്തുന്നത് ബാൻഡ് സെറ്റ് ബുക്ക് ചെയ്യാനാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ നേരത്തെ തന്നെ ബാൻഡ് മേളത്തിനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ വിജയം ഉത്സവ പ്രതീതിയുണർത്തുന്നതാക്കാൻ ബാൻഡ് മേളം തന്നെ വേണമെന്ന് രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്നു. സിനിമാ ഗാനങ്ങളും സ്ഥാനാർത്ഥികൾക്കു വേണ്ടി ഉണ്ടാക്കിയ വിജയഗാനങ്ങളുമാണ് ഇത്തരത്തിൽ ബാൻഡ് മേളത്തിലുണ്ടാവുക. സൈഡ് ഡ്രമ്മിൽ തുടങ്ങുന്ന താളമാണ് പിന്നെ കാണികൾക്ക് ലഹരിയായി മാറുന്നത്. ഡ്രംബറ്റ്, ഡ്രം, ക്ലാരിനെറ്റ്, ബാസ്ഡ്രം, എംഫോണിയം, സൈഡ് ഡ്രം, സിംബിൾ, തകിൽ, ട്രിപ്പിൾ തുടങ്ങിയ ഉപകരണങ്ങളാണ് മേളപ്പെരുക്കത്തിന് മാറ്റുകൂട്ടുന്നത്. ജോർജിന്റെ നേതൃത്വത്തിൽ ജോളി, സുനിൽ, ശർമ്മരാജ്, ഫൈസൽ എന്നിവരും ബാൻഡിലുണ്ട്. കോഴിക്കോട് തന്നെ ഇതുപോലെ നിരവധി ബാൻഡ് ട്രൂപ്പുകളാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ആഹ്ലാദം ആഘോഷിക്കാൻ നഗരത്തിലുള്ളത്. സെന്റ് മേരീസ് ബാൻഡ് സെറ്റ് 80 കൊല്ലം പഴക്കമുള്ള സെറ്റാണ്. പിന്നെ എല്ലാ ടീമും ഇലക്ഷന് ഞങ്ങൾ എല്ലാവർക്കും അടിച്ചു കൊടുക്കില്ല. സിനിമ പാട്ട്, മെയിൻ സിനിമാ പാട്ട് വായിക്കും. അങ്ങനെ ഒന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടി അഞ്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിന്റെ പാട്ട് വെച്ചു കൊടുക്കും, കോൺഗ്രസ്സുകാരാച്ചാൽ കോൺഗ്രസ്സുകാർക്കുള്ള പാട്ട്, പിന്നെ സിനിമാ പാട്ട് അങ്ങ് മെയിൻ. കോഴിക്കോട് നഗരത്തിലെ കച്ചവടക്കാരും തെരഞ്ഞെടുപ്പ് ഫലത്തിനായാണ് കാത്തിരിക്കുന്നത്. അതിനായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, UPA അധ്യക്ഷ സോണിയാഗാന്ധി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, AICC ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ മുഖംമൂടികളും തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ വിജയിച്ച സ്ഥാനാർത്ഥികളെ അണിയിക്കാനുള്ള മാല, വിവിധ പാർട്ടികളുടെ കൊടികൾ, തോരണങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ വിപണിയിൽ സുലഭമാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഏതു പാർട്ടിയായാലും ആഘോഷിക്കാൻ നാടും നഗരവും പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളലശ്ശേരി സ്വദേശി പട്ടികജാതിക്കാരനായ കുഞ്ഞൻ എന്നയാളുടെ 30 സെന്റ് സ്ഥലം കയ്യേറി 5 ലക്ഷം രൂപയിലധികം വില വരുന്ന മരങ്ങൾ മുറിച്ചുകടത്തിയെന്നും തനിക്കെതിരെയുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എരഞ്ഞിക്കൽ മൂസക്കുട്ടി ഹാജി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ പിൻവലിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും മൂസക്കുട്ടി ഹാജി പറഞ്ഞു. 2009 തന്റെ കൈവശത്തിലിരിക്കുന്ന 30 സെന്റ് സ്ഥലത്തിന് അവകാശവാദമുന്നയിച്ച് കുഞ്ഞൻ കയ്യേറ്റ ശ്രമം നടത്തിയപ്പോൾ കുഞ്ഞനും മകൻ വേലായുധനുമെതിരെ കോഴിക്കോട് മുൻസിഫ് കോടതിയിൽ ഇൻജക്ഷൻ സൂട്ട് താൻ ഫയൽ ചെയ്തതാണ്. അതേ കോടതിയിൽ തന്നെ കുഞ്ഞൻ തനിക്കെതിരെയും കേസ് ഫയൽ ചെയ്തു. ഇരു പാർട്ടികളുടെയും ഇൻജക്ഷൻ കേസുകളിലെ വാദം കേട്ട കോടതി തന്റെ ഇൻജക്ഷൻ അംഗീകരിച്ച് കുഞ്ഞന്റെ കേസ് തള്ളുകയും ചെയ്തു. പ്രസ്തുത വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തന്റെ കൈവശ ഭൂമിയിൽ അവകാശവാദമുന്നയിക്കുന്ന കുഞ്ഞന് ബന്ധപ്പെട്ട വില്ലേജിൽ നിന്ന് യാതൊരു രേഖയും നൽകരുതെന്ന് കോഴിക്കോട് തഹസിൽദാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് നിലവിലുമുണ്ട്. തന്റെ കൈവശത്തിലിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുത്തി കുഞ്ഞന് കൈവശരേഖയും നികുതിയൊടുക്കിയ ഷീട്ടും നൽകിയ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവർക്കെതിരെ സർക്കാർ കടുത്ത ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുള്ളതുമാണ്. കേസ് സംബന്ധിച്ച് തനിക്ക് അനുകൂലമായി കോടതിയുടെ വിധി നിലനിൽക്കുകയാണിപ്പോൾ. ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെയാണ് പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ തനിക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയത്. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചത് ഏറെ പ്രതിഷേധാർഹവും തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതുമാണ്. വാർത്താസമ്മേളനം വഴി സുരേന്ദ്രനും കുഞ്ഞനും ഉയർത്തിയ ആരോപണങ്ങൾ പിൻവലിക്കുകയും നിരുപാധികം മാപ്പ് പറയുകയും വേണം. അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം നഷ്ടപരിഹാരത്തിനു വേണ്ടിയും മാനഹാനി വരുത്തിയവർക്കെതിരെ നിയമ നടപടിക്കു വേണ്ടിയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് എരഞ്ഞിക്കൽ മൂസക്കുട്ടി ഹാജി അറിയിച്ചു. മാത്രമല്ല, കൈവശ ഭൂമിയിൽ കൈവശവാദം ഉന്നയിക്കുന്ന കുഞ്ഞന് ബന്ധപ്പെട്ട വില്ലേജിൽ യാതൊരു രേഖയും നൽകരുതെന്ന് കോഴിക്കോട് തഹസിൽദാർ B3 50 നമ്പറായി ഉത്തരവ് ഉറപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഫയലൊക്കെ എന്റെ കയ്യിലുണ്ട്. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. അധ്യാപകനെ ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് മർദ്ദിച്ച സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കായികാധ്യാപകൻ ജെയ്സൺ ജോസഫിനെയാണ് സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി നെല്ലിക്കോട് തൈക്കയിൽ പറമ്പ് രാമൻ മൂസത്തിന്റെ മകൻ ജയകൃഷ്ണനും സംഘവും ചേർന്ന് മർദ്ദിച്ചത്.
ചിന്മയ സ്കൂളിലെ കായികാധ്യാപകൻ ജെയ്സൺ ജോസഫിനെ ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് മർദ്ദിച്ച സ്കൂൾ മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് അധ്യാപകർ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. ജയകൃഷ്ണനെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി അറസ്റ്റ് ചെയ്യണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം. സ്കൂളിൽ ശമ്പള വർധന ആവശ്യപ്പെട്ട് അധ്യാപകർ പ്രക്ഷോഭത്തിലായിരുന്നു. മേയർ എ കെ പ്രേമചന്ദ്രന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ശമ്പള വർധനവ് അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർ സമരം പിൻവലിച്ചു. എന്നാൽ സമരത്തിൽ പങ്കെടുത്ത അധ്യാപകരെ പിരിച്ചുവിടാൻ മാനേജ്മെന്റ് പദ്ധതി തയ്യാറാക്കി. ആൺകുട്ടികൾ ക്ലാസ്സിൽ മുടിവെട്ടാതെ വന്നതായി കാണിച്ച് ക്ലാസ് ചുമതലയിലുള്ള 3 അധ്യാപികമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനായിരുന്നു നീക്കം. അധ്യാപകർക്കെതിരായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ജെയ്സൺ ജോസഫിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് തയ്യാറായില്ല. തുടർന്ന് സെക്രട്ടറിയുടെ മുറിയിലേക്ക് വിളിച്ചുവരുത്തി 7ഓളം വരുന്ന സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്ന് അധ്യാപകർ ആരോപിച്ചു. അനിശ്ചിതകാല സമരം സംബന്ധിച്ച് സ്കൂളിൽ ചേർന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ അധ്യാപകരായ GC പ്രശാന്ത് കുമാർ, MP സുരേഷ്, K വാസുദത്തൻ, CK സുരേഷ്, മാനേജ്മെന്റ് പ്രതിനിധികളായ സുരേഷ്, രാജഗോപാൽ തുടങ്ങിയവരും പങ്കെടുത്തു. വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കാലിക്കറ്റ് ഈസ്റ്റ് ഇന്നർ വീൽ ക്ലബ്ബ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ആഭരണ ഭക്ഷ്യ പ്രദർശനമേള സംഘടിപ്പിച്ചത്. ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിലാണ് വിപണനമേള നടക്കുന്നത്. ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിൽ ഇന്നർ വീൽ ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ പ്രദർശന വിൽപ്പനമേള സംഘടിപ്പിച്ചു. തുണിത്തരങ്ങളും ആഭരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും പ്രദർശന വിൽപ്പനയ്ക്കുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ ഉന്നമനത്തിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. റീന രാജഗോപാലിന്റെ മനോഹരമായ ചുമർചിത്ര സ്റ്റാളിൽ വിവിധ മ്യൂറൽ പെയിന്റുകൾ വിൽപ്പനയ്ക്കുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള മാന്യ വിവിധ തരം ആഭരണങ്ങളുമായി മേളയിലുണ്ട്. വെള്ളിയിൽ നിർമ്മിച്ച മാലകൾ, വളകൾ, കമ്മലുകൾ തുടങ്ങിയവ ഇവിടെ ലഭിക്കുന്നു. കൊൽക്കത്ത കോട്ടൺ സിൽക്ക് സാരികളുമായി സ്വാത്തിക സാരീസും ബ്ലോക്ക് പ്രിന്റോടുകൂടിയ കോട്ടൺ ചുരിദാർ മെറ്റീരിയലുമായി ചെന്നൈ ഗുൽമോഹറും മേളയിലുണ്ട്. വീടുകളിൽ നിർമ്മിച്ച കുട്ടികളുടെ ഉടുപ്പ്, കുട്ടികൾക്കായുള്ള കുക്കീസ്, മുതിർന്നവർക്കുള്ള പർദ്ദ തുടങ്ങിയവയും വിൽപ്പനയ്ക്കുണ്ട്. സായ് പേൾസിന്റെ മുത്താഭരണങ്ങൾ, ടൈറ്റാൻ വാച്ചുകൾ, LG ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയിൽ അടുത്തറിയാം. തടി കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും ഉൽപ്പന്നങ്ങളുമായി VLCCയുടെ സ്റ്റാളുമുണ്ട്. പാകിസ്ഥാൻ ചുരിദാറുകൾ, കൈകൊണ്ടു നിർമ്മിച്ച ആഭരണങ്ങൾ എന്നിവയുമായി A ഗാലറി, ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുമായി അമായ, കൈകൊണ്ടു തീർത്ത ഗിഫ്റ്റ് ഐറ്റങ്ങളുമായി സരിത ബാബു, വിവിധ തരം ബെഡ്ഷീറ്റുകളുമായി ലില്ലീസ് ഹോം ലിനൻ, സിൽക്ക്, കോട്ടൺ സാരികളുമായി മയൂഗി സാരീസ് തുടങ്ങിയവ മേളയ്ക്ക് മാറ്റുകൂട്ടുന്നു. കൂടാതെ വിവിധതരം ബാഗുകളും മേളയിൽ ലഭ്യമാണ്. ഭിന്നശേഷി പുനരധിവാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ദേവഗിരി ആശാകിരൺ മാലകൾ, മറ്റു ആഭരണങ്ങൾ, ക്ലീനിംഗ് ലിക്വിഡ്, അച്ചാർ എന്നിവയും മായനാട്ടെ ആശാഭവൻ സോഫ്റ്റ് ടോയ്സ് പ്രദർശന വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നടത്തുന്ന ഒരു ഫണ്ട് ആൻഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് റേസർ ഷോയാണ്. അത് കണ്ടക്ടഡ് ബൈ ദി ഇന്നോവേറ്റ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് ആണ്. ലേഡീസ് തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടുന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ഫണ്ട് ഞങ്ങളാണെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ആണ്. അതിനകത്ത് പിള്ളേർക്ക്, ഈ പാവപ്പെട്ട പിള്ളേർക്ക് പഠിക്കാനുള്ള സഹായത്തിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനം, ഒരു ഫണ്ട് റേസർ ആയിട്ടാണ് ഞങ്ങളിത് കൺസിഡർ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ തവണയാണ് ഞങ്ങൾ നടത്തുന്നത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി എ സക്സസ് നെക്സ്റ്റ് ഇയർ ഓൾസോ. ഇതിനകത്തൊരു 16-18 സ്റ്റോളുകളുണ്ട്. അതിനകത്ത് 2 സ്റ്റോള് ചാരിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ആശാ കിരണും ആശാഭവനും ഉള്ള ഒരു സ്റ്റോളുണ്ട്. പാവപ്പെട്ട പിള്ളേരും പിന്നെ പ്ലസ് ആണെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പിള്ളേർ നടത്തുന്നതായിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് വിൽക്കുന്നത്. പ്ലസ് ബാക്കി എല്ലാ തുണികളും പ്രൊമോഷനും ഒക്കെ വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ എക്സ്ട്രാ കുക്കിംഗ് ക്ലാസും നടത്തുന്നുണ്ട് ഇവിടെ. മേളയ്ക്ക് രുചിയുടെ വൈവിധ്യമേകിക്കൊണ്ട് വിവിധതരം അച്ചാറുകൾ, കപ്പ് കേക്ക്, ചക്ക അപ്പം, കാരക്ക അപ്പം, ഫ്രൈഡ് ഐസ്ക്രീം തുടങ്ങിയവയുമായി ഷബ്നം മുഹമ്മദും പലതരം പലഹാരങ്ങളുമായി അടുക്കളയും സജീവമാണ്. സന്ദർശകർക്ക് സമ്മാനം ലഭിക്കാനുള്ള അവസരവും മേളയുടെ ഭാഗമായുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ സംഘാടക സമിതി ചെയർമാനായി A പ്രദീപ് കുമാർ MLA തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനമായത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ 70ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന മേഖലാ സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലാ സമ്മേളനങ്ങളിൽ അതാത് മേഖലകളിലുള്ള മുഴുവൻ ഗ്രന്ഥശാലകളും ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് 2000-ഓളം ഗ്രന്ഥശാലകൾ ഉണ്ട്. ഈ 4 ജില്ലകളിൽ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഈ 4 ജില്ലകളിൽ. N ശങ്കരൻ മാഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി K ദാമോദരൻ, K ചന്ദ്രൻ മാഷ്, B സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ 70ാം വാർഷികാഘോഷത്തിൽ നടക്കുന്ന സെമിനാറിൽ സംഘാടക സമിതി ചെയർമാനായി പ്രദീപ് കുമാർ MLA തെരഞ്ഞെടുക്കപ്പെട്ടു. കൺവീനറായി കെ ചന്ദ്രൻ മാഷും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, MK രാഘവൻ MP വീരേന്ദ്രകുമാർ, മേയർ തുടങ്ങിയവർ രക്ഷാധികാരികളുമായി സമിതിയിലുണ്ടാകും. ഇനി അറിയിപ്പുകൾ. സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് CAPTന്റെ കോഴിക്കോട് ട്രെയിനിംഗ് വിഭാഗത്തിൽ 16-ന് ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 13 വരെ സ്വീകരിക്കും. ഫോൺ 0495 27 23 666. മലമ്പുഴ ITIക്ക് സമീപമുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 12-ന് നടക്കുന്ന കാടവളർത്തൽ സൌജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ ഫോൺ മുഖേനയോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0491 231 5454. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. ഫലപ്രഖ്യാപന ദിനത്തിൽ റൂറൽ ജില്ലയിൽ കനത്ത നിയന്ത്രണം. ഓട്ടോ ഡ്രൈവർമാരെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ നടന്ന മിന്നൽ പണിമുടക്ക് ജനത്തെ വലച്ചു. കോഴിക്കോടിന്റെ പൈതൃക നഗരമായ മിഠായി തെരുവിൽ ഈ മാസം 16 മുതൽ ഇനി മൺഡേ മാർക്കറ്റും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.